എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും പ്രതീക്ഷ കണക്കുന്നതിന് ഫിംഗർ പ്രിന്റ് സർസറിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ഡിസംബർ മാസം 18-ാം തീയതി. അപ്പം കൺഫർമേഷൻ എല്ലാവർക്കും അവൈലബിൾ ആണ്. എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. അപ്പം പുതിയ സിലബസ് നമുക്ക് വന്നു. 50 മാർക്കിന് ഫിസിക്സ്, 50 മാർക്കിന് കെമിസ്ട്രി. നമ്മൾ പ്രതീക്ഷ കണക്കാനാണ് വന്നത്. ITO അല്ലെങ്കിൽ മാത്സോ ഇംഗ്ലീഷോ ഒന്നുമില്ല. 50 മാർക്കിന് ഫിസിക്സോ 50 മാർക്കിന് കെമിസ്ട്രി. എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിസ്ട്രിക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഫിംഗർ പ്രിന്റ് സർസറിൻ്റെയൊക്കെ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷകൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ KRF അനലിസ്റ്റിനും അതേ കണക്ക് എല്ലാത്തിനും മിക്സ് ചെയ്ത് കുറേ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചാൽ, നമുക്കറിയാം ഈ കേരള PS ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സബ്ജക്റ്റിലൊന്ന് കെമിസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പഠിച്ചാൽ ഉപകാരപ്പെടും. ഇവിടെ ഫിസിക്സ് 50 മാർക്കിനാണ്. നിങ്ങളോട് പറയട്ടെ, ഫിസിക്സുകാരോട് പറയട്ടെ, ഈ 50 മാർക്ക് നിങ്ങൾ തറവാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ എന്ത് വരും, നോട്ടിഫിക്കേഷൻ വരും. അതിന് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് രണ്ടു പേർക്കും ഒരേ കണക്ക് ഉപകാരപ്പെടും. ഒരുപാട് പരീക്ഷകൾ വരാൻ വേണ്ടി പോവുകയാണ്. സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. 50 മാർക്കിന് ഫിസിക്സും 50 മാർക്കിന് കെമിസ്ട്രിയാണ്. മൊഡ്യൂൾ 1 മാർക്ക് 12 മാർക്കാണ്. എനിക്ക് തോന്നുന്നു പാർട്ടിക്കൽ ഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഒക്കെയുള്ള ടോപ്പിക്സ് ആണ്. സിലബസ് എല്ലാം കൂടെ പറയുന്നില്ല, നിങ്ങൾക്ക് സിലബസ് അവൈലബിൾ ആയിരിക്കും. അതിന് 12 മാർക്കാണ്. മൊഡ്യൂൾ 2-ന് 12 മാർക്കാണ്. മൊഡ്യൂൾ 3 വരുമ്പോൾ 12 മാർക്ക്. മൊഡ്യൂൾ 4 വരുമ്പോൾ ബോർ ആറ്റം മോഡലും വെക്ടർ ആറ്റം മോഡലും ഹൈഡ്രജൻ സ്പെക്ട്രം ഒക്കെ വരുന്നത് ഏകദേശം 14 മാർക്കിനുണ്ട്. അപ്പോൾ ബാക്കി ആദ്യത്തെ 3 മൊഡ്യൂൾ 12 ആണെങ്കിലും 4ാമത്തെ മൊഡ്യൂൾ 14 മാർക്ക് വരുന്നുണ്ട്. മൊഡ്യൂൾ 5-ന് കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. പക്ഷെ മാർക്ക് എത്ര തന്നെയാണ്? മാർക്ക് 12 മാർക്ക് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 മൊഡ്യൂളാണ് നമുക്ക് എന്തുള്ളത്, ഫിസിക്സ് ഉള്ളത് 50 മാർക്കിനായിട്ട്. അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു 4th മൊഡ്യൂളാണ്. ബോർ ആറ്റം മോഡലും വെക്ടർ ആറ്റം മോഡലും ടോപ്പിക്സിനാണ് 14 മാർക്ക്. ബാക്കിയെല്ലാം 12 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഫിസിക്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന്റെ കാരണം നിങ്ങൾക്ക് സിലബസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് കെമിസ്ട്രിയിലേക്ക് പോകാം. കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ 50 മാർക്കാണ്. ആറ്റം മോഡൽ വിട്ടിട്ട് കളിയില്ല. ഇപ്പൊ എത്ര പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ആറ്റം മോഡൽ ചോദിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. KRF അനലിസ്റ്റുണ്ട്, അതേ കണക്ക് ട്രീറ്റ്മെന്റ് ഓർഗനൈസറിനുണ്ട്. ആറ്റം മോഡൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആറ്റം മോഡൽ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഡി ബ്രോഗ്ലി ഇക്വേഷൻ, ഇതൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഹയർ സെക്കൻഡറി എക്സാം +1 +2 കെമിസ്ട്രി അത് ആദ്യം നിങ്ങൾ അങ്ങ് തറവാക്കുക. ഈ പുതിയ പുസ്തകം മേടിക്കരുത്, പഴയ പുസ്തകം വാങ്ങണം. NCERT പഴയ പുസ്തകം. കാര്യം NCERT പുതിയ പുസ്തകത്തിനകത്ത് ചില ചാപ്റ്ററിലൊന്നും ഇല്ല. ഇപ്പം സർഫസ് കെമിസ്ട്രി ഒന്നും ഇപ്പോൾ പഠിക്കാനില്ല, പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ സിലബസ് നോക്കിയപ്പോൾ കൊളോയിഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പുസ്തകം കളക്ട് ചെയ്ത് പഠിക്കുക, അത് റെഫറൻസിട്ട് പഠിക്കുക. ഒരു തവണത്തെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു തവണ ഏത് പരീക്ഷ ഓർക്കുന്നില്ല, ആ പരീക്ഷയിൽ നമ്മുടെ NCERT പുസ്തകത്തിലെ പ്രോബ്ലം, സോളിഡ് സ്റ്റേറ്റിലെ പ്രോബ്ലം, അത് അതേ കണക്ക് തന്നെ ചോദിച്ചു. അപ്പോൾ ഞാനും എക്സാം എഴുതാൻ വേണ്ടി പോയി. ഞാൻ എക്സാം ഹാളിൽ പോയിരുന്നത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം പുസ്തകം ഓർമ്മ വന്നത്, ഈ ക്വസ്റ്റ്യൻ പുസ്തകത്തിൽ കണ്ടാണല്ലോ എന്ന്. ആർക്കെങ്കിലും പരാതിപ്പെടാൻ പറ്റുമോ? കാര്യം എന്താ, ഗവൺമെന്റ് ഓതറൈസ്ഡ് പുസ്തകമാണ്, NCERT പുസ്തകമാണ്, സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പോലും റെഫറൻസ് ആയിട്ട് നമ്മൾ ഈ പുസ്തകം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയട്ടെ, +1 +2-ന്റെ പുസ്തകം മസ്റ്റായിട്ട് പഠിക്കണം. പക്ഷെ അത് മാത്രമല്ല, ഡിഗ്രി ടോപ്പിക്സും പഠിക്കാനായിട്ടുണ്ട്. +1 മാത്രം പഠിച്ചാൽ പോരാ, ഡിഗ്രി ടോപ്പിക്സ് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ലോസ് ഉണ്ട്, ഹൈബ്രിഡൈസേഷൻ. എനിക്കൊന്നു അറ്റോമിക് സ്ട്രക്ചർ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? നേരെ കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് പോകുന്നുണ്ട്. കെമിക്കൽ ബോണ്ടിങ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് ട്രെൻഡ്സിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ്, അതായത് ട്രാൻസിഷൻ എലമെന്റ്സും, അതായത് DNF എലമെന്റ്സും, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സ് വരുന്നുണ്ട്. മെറ്റലർജി വരുന്നുണ്ട്. അതൊക്കെ പഴയ ചാപ്റ്റർ, ഇപ്പോൾ ഒന്നും പഠിക്കാനില്ല കേട്ടോ. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് വരുന്നുണ്ട്, ഓർഗാനോ മെറ്റാലിക്സ് വരുന്നുണ്ട്. ഇത്രയും പഠിക്കുമ്പോൾ കിട്ടുന്ന മാർക്ക് 14 മാർക്കാണ്. അപ്പം ചിന്തിച്ചോളുക, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങ് ഡിവൈഡ് ചെയ്യും. കെമിസ്ട്രിയിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ നമ്മുടെ അധ്യാപകർക്ക് കൊടുക്കാൻ പോകുന്നത്, എക്സാം ഇടാൻ പോകുന്നത് ഇനി അങ്ങ് ഡിവൈഡ് ചെയ്യും. എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യും? അറ്റോമിക് സ്ട്രക്ചർ ഒരു ഭാഗം, കെമിക്കൽ ബോണ്ടിങ് ഒരു ഭാഗം, പീരിയോഡിക് ടേബിൾ ഒരു ഭാഗം. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, കോർഡിനേഷൻ കെമിസ്ട്രി ഒരു ഭാഗം, മെറ്റലർജി ഒരു ഭാഗം. അങ്ങനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ടോട്ടൽ മൊഡ്യൂൾ മാർക്ക് 14 ശരി തന്നെ. പക്ഷേ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാം ചെയ്യിക്കുന്നത്. ഓക്കെ, എക്സാം ചെയ്യിക്കുന്നതും ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്നും പഠിപ്പിക്കുന്നില്ല, ആ രീതിയിലായിരിക്കും. 100% ഉപകാരപ്പെടും. ഉപകാരപ്പെടുന്നതാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനമായിട്ട് മാസ്റ്റർ കെ അക്കാഡമി മാറിയത്. ഏറ്റവും കൂടുതൽ 1ാം റാങ്കുള്ള സ്ഥാപനമായിട്ട് മാസ്റ്റർ കെ അക്കാഡമി മാറിയത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, റിസൾട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഇനി മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോഴത്തേക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. കൊളീഷൻ നമ്പറും ഫസ്റ്റ് തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ചാപ്റ്ററിന്റെ പേരുകൾ മാത്രം പറയാം. തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, ഇക്വിലിബ്രിയം വരുന്നുണ്ട്, കൈനറ്റിക്സ് വരുന്നുണ്ട്, 0 ഓർഡറും ഫസ്റ്റ് ഓർഡറും അരീനസ് ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്.
പിന്നെ എന്താണ് നമ്മുടെ കൊളീഷൻ നമ്മുടെ സർഫസ് കെമിസ്ട്രി വരുന്നുണ്ട്, ഹോമോജീനിയസും ഹെറ്ററോജീനിയസ് കറ്റാലിസിസും എൻസൈം കറ്റാലിസിസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, കെമിസ് ഓപ്ഷനും ഫിസിക്സ് ഓപ്ഷനും ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് കേട്ടോ. അതായത് കെമിസ് ഓപ്ഷനും ഫിസിക്സ് ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസിനകത്ത് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ്റെ ചോദ്യങ്ങൾ പണ്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇക്വിലിബ്രിയം വരുന്നുണ്ട്, ഫാരഡേസ് ലോ, എനിക്ക് ഇലക്ട്രോ കെമിസ്ട്രി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആയപ്പോഴും ഫിസിക്കൽ കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. ഫിസിക്കൽ കെമിസ്ട്രി എല്ലാം പഠിക്കണം, ഇക്വിലിബ്രിയം പഠിക്കണം, അതേ കണക്ക് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കണം, കൈനറ്റിക്സ് പഠിക്കണം, സർഫസ് പഠിക്കണം, എല്ലാ ടോപ്പിക്കും പഠിക്കണം. നമുക്കത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് തന്നെ പഠിക്കാം. അതിന് 12 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 8 വരുമ്പോഴത്തേക്ക് ഓർഗാനിക്കിലേക്ക് വരികയാണ്. അപ്പോൾ SN1 SN2 E1 E2 ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പഠിക്കണം, റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിത് കുറേ പഠിപ്പിച്ചതാണെങ്കിൽ വീണ്ടും പഠിപ്പിക്കാം. ഓക്കെ, മൊഡ്യൂൾ 8ന്റെ മാർക്ക് 12 മാർക്കാണ് കേട്ടോ. പിന്നെ പോളിമേഴ്സ് വരുന്നുണ്ട്, ബയോ മോളിക്യൂൾ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രിഗ്നാർഡ് റിയേജന്റ്, പ്രിപ്പറേഷൻ, സിന്തസിസ്, ആപ്ലിക്കേഷൻസ്, പോളിമർ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് ഹയർ സെക്കൻഡറിയുടേത്, ബയോ മോളിക്യൂൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് ഹയർ സെക്കൻഡറിയുടേത്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി ഒരു വലിയൊരു രീതിയിൽ കവർ ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ഒരു വിധം കവർ ചെയ്യാൻ പറ്റും, ഇനോർഗാനിക് പറ്റും, ഓർഗാനിക് പറ്റും. അപ്പം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതല്ലേ? നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം തന്നെ 27-ാം തീയതി ശനിയാഴ്ചയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ ടോപ്പിക്ക് നൽകും. ഓരോ ദിവസവും ആൾട്ടർനേറ്റ് ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ ഓരോ ദിവസവും ഫിസിക്സ് കെമിസ്ട്രി ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി നൽകും. ഡെയിലി എക്സാം ഉണ്ടാകും. വീണ്ടും പറയുന്നു, ഡെയിലി എക്സാം ഉണ്ടാകും. ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും, അതിൻ്റെ വീഡിയോ ക്ലാസ് ഉണ്ടാകും, നോട്ട്സ് ഉണ്ടാകും, ഒപ്പം എക്സാം ഉണ്ടാകും. 27-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എപ്പോഴും ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ എങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചിട്ടാണ്. നമ്മൾ എങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താലേ മറ്റുള്ള കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് സിലബസ് കംപ്ലീറ്റ് ആകണം. സിലബസ് കംപ്ലീറ്റ് ആവണം, എന്ത് ചെയ്യണം? ഡെയിലി പഠിക്കണം. ഡെയിലി പഠിക്കാൻ ടോപ്പിക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? മാസ്റ്റർ കീ അക്കാഡമി ഡെയിലി പഠിക്കാൻ വേണ്ടി ടോപ്പിക്ക് നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എക്സാം ഇടുന്നു, പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് ഇടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് സിസ്റ്റമാറ്റിക് ആണത്? ഡെയിലി എക്സാം എഴുതുക, ഡെയിലി പഠിക്കുക, മാക്സിമം റിവിഷൻ ചെയ്യുക. അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ഡെയിലി എക്സാം ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക. 4000 രൂപ മാത്രം. എനിക്ക് കുറേ അധികം കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ട് പറയട്ടെ, ഇനി നമുക്ക് ഒറ്റ ബാച്ചേ ഉള്ളൂ. ഈ ഫൈനൽ എക്സാമിന് വേണ്ടിയുള്ള ഒറ്റ ബാച്ച്. എല്ലാവർക്കും ഒരൊറ്റ സ്റ്റഡി പ്ലാൻ ഉണ്ടാകത്തുള്ളൂ. ക്രാഷ് കോഴ്സ് ആയാലും പുതിയ കുട്ടികളായാലും പഴയ കുട്ടികൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക, ആത്മാർത്ഥം പഠിക്കുക. അവസാനം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. എന്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഉള്ള കുട്ടികളാണെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട, റിലാക്സ് ചെയ്ത് പഠിക്കുക. ഞങ്ങളൊപ്പം ഉണ്ട്. മുന്നേ ജോയിൻ ചെയ്തിട്ട് കുറേ കെമിസ്ട്രി ടോപ്പിക്ക് അറിയാം, ശരി തന്നെ. പക്ഷെ നമുക്ക് റിഫ്രഷ് ചെയ്യാം, ആദ്യം മുതൽ പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. താങ്ക്